സുഹൃത്തുക്കളെ, നമ്മൾ സംസാരിക്കുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ 12-ാം അധ്യായമായ സബ് കോൺഷ്യസ് മൈൻഡ് എന്നതിനെക്കുറിച്ചാണ്. സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ ക്രിയേറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ നെപ്പോളിയൻ ഹിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉപബോധ മനസ്സിനെ ക്രിയേറ്റീവായി ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ സാധ്യത അമ്പരപ്പിക്കുന്നതും ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ഒരാളെ അത് ഭയാതിശയങ്ങൾ കൊണ്ട് കിടിലം കൊള്ളിക്കും. നെപ്പോളിയൻ ഹിൽ പറയുന്നു, അദ്ദേഹത്തിന് ഒരിക്കലും ഉപബോധ മനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപകർഷാബോധവും നിസ്സാരതാബോധവും ഇല്ലാതെ സമീപിക്കാൻ പറ്റില്ല എന്നാണ്. കാരണം മനുഷ്യൻ്റെ ഈ വിഷയത്തിലുള്ള മൊത്തം അറിവിൻ്റെയും സ്റ്റോക്ക് ദയനീയമാമിതം പരിമിതമാണ് എന്നുള്ളതാണ്. ഉപബോധ മനസ്സിൻ്റെ കഴിവെന്ന് പറയുന്നത് വളരെയധികം മറുകരയില്ലാത്ത കടൽ പോലെയാണ്. അത് വേണ്ട വിധത്തിൽ അറിയാനായിട്ട് മനുഷ്യനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മളിവിടെ നെപ്പോളിയനിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഉപബോധ മനസ്സിൻ്റെ യാഥാർത്ഥ്യം എന്ന നിലയിൽ അംഗീകരിക്കുകയും നിങ്ങളുടെ അഭിലാഷങ്ങളെ അതിൻ്റെ ഭൗതികമോ പണപരമോ ആയ സമമൂല്യമായി ട്രാൻസ്മ്യൂട്ട് ചെയ്യാനുള്ള ഒരു മാധ്യമം എന്ന നിലയിൽ അതിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കുകയും ചെയ്തു കഴിയുമ്പോഴാണ് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായമായ ബേണിംഗ് ഡിസയർ അഥവാ തീവ്രമായ ആഗ്രഹം എന്ന ചാപ്റ്ററിൽ കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ യാഥാർത്ഥ്യം പറയപ്പെട്ട നിലക്ക് മനസ്സിലാക്കുമ്പോഴാണ് ആ നിർദ്ദേശങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനാവുക. നിങ്ങളുടെ അഭിലാഷങ്ങളെ വ്യക്തമായി തീരുമാനിക്കാനും കടലാസിലേക്ക് അവ പകർത്താനും നിരന്തരം അത് വായിക്കുകയും അതുവഴി അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങുകയും അങ്ങനെ അത് അവിടെ തന്നെ ആ പ്ലാനുകളും പദ്ധതികളും നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ആവശ്യകതകൾ നമ്മൾ 2-ാം അധ്യായത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം 2-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക വഴി സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായത്തോടുകൂടെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ സ്ഥിര പരിശ്രമവും കടുംപിടുത്തത്തോടെയുള്ള ഉറച്ചു നിൽക്കലും ആവശ്യമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എത്താനും അതിനെ സ്വാധീനിക്കാനുമുള്ള കഴിവ് നേടിയെടുക്കുന്നത് 13 തത്വങ്ങളെന്ന ഉത്തേജകങ്ങൾ ഉപയോഗിച്ചാണ്. അതായത് ഈ പുസ്തകത്തിൽ 13 തത്വങ്ങൾ പറയുന്നുണ്ട്, അതുപയോഗിച്ചാണ്. ആദ്യ ശ്രമത്തിൽ തന്നെ അത് സാധിക്കുന്നില്ലെങ്കിൽ നിരാശരാകരുത്. ഉപബോധ മനസ്സിന് സ്വേച്ഛപ്രകാരം വഴിതിരിച്ചു വിടാൻ കഴിയുന്നത് ശീലങ്ങളിലൂടെ മാത്രമാണ്. വിശ്വാസത്തെക്കുറിച്ചുള്ള അധ്യായത്തിൽ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് കീഴിൽ ഇക്കാര്യം ഓർമ്മ വെക്കുക. നിങ്ങൾക്ക് വിശ്വാസത്തെ കീഴടക്കാനുള്ള സമയം ഇനിയും കിട്ടിയിട്ടില്ല എങ്കിൽ ക്ഷമയുള്ളവനാകുക. സ്ഥിരപരിശ്രമം കൈവിടാതിരിക്കുക. ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പ്രധാന മാർഗ്ഗങ്ങൾ ഇതൊക്കെയാണ്. അഫർമേഷൻസാണ് പ്രധാനമായിട്ട് ഒന്നാമതായിട്ട് വരുന്നത്. ദിവസവും പോസിറ്റീവായ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടുള്ള അഫർമേഷൻസ്. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സഫലമാകുന്നത് പോലെ കണക്കാക്കുക. മറ്റൊന്നാണ് മെഡിറ്റേഷൻ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഫോക്കസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും മെഡിറ്റേഷനിലൂടെ. പോസിറ്റീവ് തിങ്കിങ്, നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് മാറ്റും. നിങ്ങളുടെ ചിന്തകൾ മനസ്സിൽ ഇടതടവില്ലാതെ ആവർത്തിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയും. ഇതിന് സമമൂല്യമായ ലക്ഷ്യങ്ങൾ, ശരിയായ ആകർഷണ ശക്തി, അതിന് സഹായകരമായ പ്രവൃത്തികൾ, ഇവയെല്ലാം ഒന്ന് ചേർന്നാൽ വിജയം ഉറപ്പാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വിജയചിന്തകൾ നിക്ഷേപിക്കുക, അവ ആവർത്തിച്ചുറപ്പിക്കുക, ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോവുക. ഇതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക സമൃദ്ധിയും വിജയവും കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിച്ച് എങ്ങനെ വിജയിക്കാമെന്ന തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കിയുള്ള ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇത്ര നേരം വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.